ബസ് ജീവനക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടി സ്ട്രീമർ തൊപ്പി. വടകരയിൽ വെച്ചാണ് സംഭവം. തൊപ്പി എന്നറിയപ്പെടുന്ന മുഹമ്മദ് നിഹാദിന്റെ വെള്ള ഫോർച്യൂണർ കാറിൽ സ്വകാര്യ ബസ് ഉരഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് സംഭവം ഉണ്ടായത്. വടകര കൈനാട്ടി ദേശീയപാതയിൽ വെച്ചാണ് തൊപ്പിയുടെ കാറുമായി സ്വകാര്യ ബസ് ഉരഞ്ഞത്. ബസ്സിനെ പിന്തുടർന്ന് വടകര ബസ് സ്റ്റാൻഡിലെത്തിയ തൊപ്പിയും സുഹൃത്തുക്കളും ബസ് ജീവനക്കാരുമായി വാക്കേറ്റത്തിലേർപ്പെടുകയായിരുന്നു. അതിനിടയിലാണ് ഒരു കൂട്ടം ബസ് ജീവനക്കാർക്കെതിരെ തൊപ്പി തോക്ക് ചൂണ്ടിയതായി പറയപ്പെടുന്നത്. ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റലാണ് തൊപ്പി ചൂണ്ടിയത്. ഇതിനിടെ വണ്ടിയുമായി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ജീവനക്കാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. 2 എയർ പിസ്റ്റൾ നിഹാദിന്റെ വാഹനത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ആരും പരാതി നൽകാത്തതിനാൽ കേസെടുക്കാതെ പോലീസ് വിട്ടയക്കുകയായിരുന്നു. കേസ് കൊടുക്കും എന്ന് ബസ് ഉടമയും പറഞ്ഞു. എന്നാൽ അത് കളിത്തോക്കാണെന്നാണ് തൊപ്പിയുടെ വാദം. സ്ഥിരം വിവാദ നായകനാണ് തൊപ്പി. ഒന്നിനു പിറകെ ഒന്നായി വാർത്തയിൽ നിറഞ്ഞു നിൽക്കലാണ് ജോലിയെന്നും പറയാം. മലപ്പുറം വളാഞ്ചേരിയിൽ കട ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ വേദിയിൽ അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തിയതിന് തൊപ്പിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടാക്കിയെന്ന വകുപ്പും ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു. അന്ന് പോലീസ് മുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കയറിയാണ് തൊപ്പിയെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് വാതിൽ ചവിട്ടിപ്പൊളിക്കുന്നതിന്റെ വീഡിയോയും ഇയാൾ ലൈവായി സ്ട്രീം ചെയ്തിരുന്നു. മുൻപ് തൊപ്പിയുടെ വീട്ടിൽ നിന്നും പാലാരിവട്ടം പോലീസ് NDMA പിടികൂടിയിരുന്നു. തമ്മനത്തെ അപ്പാർട്ട്മെന്റിൽ നിന്നും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസർ സംഘം റെയ്ഡ് നടത്തിയാണ് ലഹരിമരുന്ന് പിടികൂടിയത്. 3 പെൺസുഹൃത്തുക്കളെ പ്രതികളാക്കി പോലീസ് കേസെടുത്തതോടെ തൊപ്പി ഒളിവിൽ പോയിരുന്നു. കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും പിന്നീട് പ്രതിയല്ലെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യാപേക്ഷ തീർപ്പാക്കുകയായിരുന്നു. ഇതിനിടയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഒരു പെൺകുട്ടിയുമായി നിഹാദ് പ്രണയത്തിലാവുകയും പിന്നീട് വേർപിരിയുകയും ചെയ്തിരുന്നു. ഇതും സോഷ്യൽ മീഡിയയിൽ വൈറലായി. മുൻപ് യൂട്യൂബിലൂടെ അവഹേളിച്ചുവെന്ന ശ്രീകണ്ഠാപുരം സ്വദേശി സജി സേവ്യറിന്റെ പരാതിയിലും തൊപ്പിയെ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശ്രീകണ്ഠാപുരം പോലീസ് പിന്നീട് ഇയാളെ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. 6 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സാണ് യൂട്യൂബിൽ തൊപ്പിക്കുള്ളത്. ഇതിലേറിയ പങ്കും കുട്ടികളാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് തൊപ്പിയുടെ കൂടുതൽ ആരാധകരും. സ്ത്രീവിരുദ്ധതയിലൂടെയും കേട്ടാലറയ്ക്കുന്ന അശ്ലീല ഭാഷയിലുള്ള വീഡിയോകളിലൂടെയും ശ്രദ്ധേയനായ നിഹാദിനെ നിയന്ത്രിക്കണമെന്ന ആവശ്യവും നേരത്തെ ശക്തമായിരുന്നു. ഇതിനിടെ തൊപ്പി എന്ന കഥാപാത്രത്തെ ഉപേക്ഷിക്കുകയാണെന്നും ഇപ്പോൾ വിഷാദ രോഗത്തിലൂടെ കടന്നു പോവുകയാണെന്നും നിഹാദ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ പിറന്നാൾ ദിനത്തിൽ ഇട്ട സ്ട്രീമിംഗിലാണ് തൊപ്പി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. 2024 ഇത്. എല്ലാം അവസാനിപ്പിക്കുകയാണ്. തന്റെ ലൈവ് സ്ട്രീമിംഗ് ഇനി ഉണ്ടാവില്ലെന്നും അന്ന് തൊപ്പി പറഞ്ഞിരുന്നു. തൊപ്പി എന്ന ക്യാരക്ടർ താൻ അവസാനിപ്പിക്കുകയാണ്. വീട്ടുകാർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. വീട്ടുകാർ തന്നെ സ്വീകരിക്കുന്നില്ല. അവരെന്നെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു. പണവും പ്രശസ്തിയും ഉണ്ടാക്കിയിട്ട് പിന്നെ എന്താണ് കാര്യം? തൊപ്പി എന്ന കഥാപാത്രത്തെ ഉപേക്ഷിക്കുകയാണ്. നിഹാദ് എന്ന യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് മടങ്ങുക മാത്രമാണ് ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള ഏക പോംവഴിയെന്നും നിഹാദ് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോയുടെ ഇടയിൽ തൊപ്പി മുടിയും മുറിച്ചു. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ആരും വരരുത്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ. പിറന്നാൾ സമ്മാനം ആഘോഷം ഒന്നിനുമില്ല. ഇവിടെയുള്ളവരെല്ലാം ഞാൻ പറഞ്ഞു വിടുകയും ചെയ്തു. എനിക്ക് പിറന്നാൾ സമ്മാനമായി തരാൻ ഉദ്ദേശിക്കുന്ന പണം വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കുകയോ പോയി ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയോ ചെയ്യൂ എന്നാണ് ആരാധകരോട് വീഡിയോയിൽ നിഹാദ് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ മാസം വീട്ടിൽ പോയപ്പോൾ വീട്ടുകാർ എന്റെ മുഖത്ത് നോക്കി വാതിലടച്ചു. എത്ര പണവും പ്രശസ്തിയും ഉണ്ടായിട്ടും സ്വന്തം വീട്ടുകാർ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമാണ് ഉള്ളതെന്ന് തൊപ്പി വീഡിയോയിലൂടെ ചോദിക്കുന്നുണ്ട്. ഞാൻ കഞ്ചാവാണെന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ഇങ്ങനെ തന്നെയാണെന്നും തൊപ്പി പറഞ്ഞു. ഞാൻ കഞ്ചാവൊന്നുമല്ല. ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടേ ഇല്ല. എന്റെ എല്ലാ ദിവസവും ഒരു മാസമായി ഇങ്ങനെ തന്നെയാണ്. സ്വന്തം കുടുംബം പോലും വാതിൽ കൊട്ടി അടച്ചു. എല്ലാം അവസാനിപ്പിക്കാൻ സമയമായി. എനിക്ക് മടുത്തെന്നും തൊപ്പി വീഡിയോയിൽ പറഞ്ഞു. നിങ്ങളോട് എന്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. എനിക്ക് മുന്നിലുള്ള അവസാന വഴി തൊപ്പി എന്ന കഥാപാത്രത്തെ ഒഴിയുക എന്നതാണ്. ഞാൻ എന്നിലേക്ക് തിരിച്ചു പോവുകയാണ്. സന്തോഷമായിരിക്കാനുള്ള ഏക വഴി അത് മാത്രമാണ്. നിങ്ങൾക്കൊക്കെ ഞാനൊരു കോമാളിയാണ്. ആളുകൾ എന്ത് വേണമെങ്കിലും കരുതട്ടെ. തൊപ്പി മരിച്ചു നിഹാദായി കാണാം എന്നും നിഹാദ് പറയുന്നുണ്ട്. ഇതിനിടെ തൊപ്പി കരയുന്നതും വീഡിയോയിൽ കാണാം. ഓൺലൈൻ ഗെയിമിങ്ങും സ്ട്രീമിങ്ങുമാണ് നിഹാദിന്റെ പ്രധാന പരിപാടി. ലക്ഷങ്ങളാണ് ഇതിലൂടെ തൊപ്പി സമ്പാദിക്കുന്നത്. ഈയിടെ തന്റെ വരുമാനം എത്രയാണെന്ന് തെളിവുൾപ്പെടെ അയാൾ പുറത്തുവിട്ടിരുന്നു. 1 മണിക്കൂറിൽ മാത്രം താൻ 21,000 രൂപയാണ് സ്ട്രീമിങ്ങിലൂടെ സമ്പാദിക്കുന്നതെന്നും അതുകൂടാതെ തനിക്ക് ഉദ്ഘാടനങ്ങളും പ്രമോഷൻസും ഒക്കെയായി വേറെയും ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് എന്നായിരുന്നു അയാൾ പറഞ്ഞത്. മയക്കുമരുന്ന് കച്ചവടമുണ്ടോ എന്ന ഒരാളുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഇതെല്ലാം നിഹാദ് പങ്കുവച്ചത്. ഇത്രയൊക്കെ ലീഗലായി വരുമാനം ഉണ്ടാക്കുന്ന താൻ എന്തിനാണ് റിസ്ക് എടുത്ത് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നത് എന്നായിരുന്നു തൊപ്പിയുടെ ചോദ്യം.